ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ഉണ്ട്. വിശദാംശങ്ങളുമായി അവിടെ മഴ എങ്ങനെയാണ്, കൂടിയോ കുറഞ്ഞോ എന്നത് സംബന്ധിച്ചൊക്കെ പ്രിൻസിനോട് തന്നെ ചോദിക്കാം. പ്രിൻസ്, എങ്ങനെയാണ് നമ്മൾ ഈ 3 ജില്ലകൾ വരുമ്പോൾ ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് വരുന്നത്, ഇടുക്കിയിലും അങ്ങനെയാണോ സാഹചര്യം? ആശ്വസിക്കാമോ? തീർച്ചയായും ഇടുക്കിയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം നിലവിലില്ല. ഇടവിട്ട് ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. കഴിഞ്ഞ രാത്രി പോലും വിവിധ വേളകളിൽ അതിശക്തമായ മഴ പെയ്തിട്ടില്ല. ഇടയ്ക്ക് ശക്തമാകുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇടുക്കിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മഴയ്ക്ക് വലിയ തോതിലുള്ള ഒരു കുറവുണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ആകാശമൊക്കെ മൂടിക്കെട്ടിയ സാഹചര്യമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും ശക്തമാകുമെന്നൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് മഴ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ നിന്ന്, അതായത് മലങ്കര, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഷട്ടറുകളിലെ ഉയർത്തിയതിന്റെ തോത് കുറച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാറും ഈ കല്ലാർകുട്ടി, മലങ്കര, പാമ്പള അണക്കെട്ടുകൾ കൂടാതെ ഇരട്ടയാറും റെഡ് അലേർട്ട് നിലയിലാണ്. എന്നാൽ ഈ നീരൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ അണക്കെട്ട് ഉടൻ തന്നെ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, ആനയിറങ്കൽ, മാട്ടുപ്പെട്ട് തുടങ്ങിയ അണക്കെട്ടുകളിലൊക്കെയും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഈ അണക്കെട്ടുകൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്തെങ്കിൽ മാത്രമേ മറ്റു ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനമായ ഒരു സാഹചര്യമില്ല. ഇടുക്കിയിൽ നിലവിൽ 2345.29 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അതായത് ആകെ സംഭരണ ശേഷിയുടെ 42% മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിൽ വെള്ളമുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിനുള്ളിൽ 6 അടിയോളം വെള്ളം ഇടുക്കിയിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇടുക്കിയിൽ ഇപ്പോഴും വെള്ളം കുറവാണ്. ശക്തമായ നീരൊഴുക്കൊക്കെ ഈ അണക്കെട്ടിലേക്കുണ്ടെങ്കിലും പെരിയാറിലെ കൃഷിപ്രദേശങ്ങളിലും പെരിയാർ തടാക തീരത്തും ഒക്കെ വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടെങ്കിൽ പോലും, മഴയൊക്കെ ലഭിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഇടുക്കിയിലെ അണക്കെട്ടിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 6 അടിയോളം മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇപ്പോഴും വെള്ളം അണക്കെട്ടിൽ കുറവാണ്. എന്തായാലും ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ നിലവിൽ തൃപ്തികരമാണ്. വലിയ ശക്തമായ ഒരു മഴ ലഭിക്കുന്നില്ല. ജില്ലയിൽ നിലവിൽ 19 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊടുപുഴയിൽ 6, പീരുമേടിൽ 7, ഇടുക്കിയിൽ 5, ഉടുമ്പൻചോലയിൽ 1 ക്യാമ്പുകൾ ഇപ്പോൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസകരമാണ്, അങ്ങനെ ഒരു ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും നിലവിലുണ്ടാകുന്നില്ല. അപ്പോൾ ഇടുക്കിയിലും അത് തന്നെയാണ് സാഹചര്യം. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയും കോട്ടയവും കൊച്ചിയും ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വരുമ്പോഴേക്കും മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതൊരു ആശ്വാസകരമായ കാര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്ന് നമ്മൾ 3 ദിവസം മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിലേക്ക് എത്തുന്നു. ചിലയിടത്ത് വെള്ളക്കെട്ടുകളുണ്ട്, സ്വാഭാവികമാണ്, അത് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.